കുടുക്കയിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളും സ്കോളർഷിപ്പ് തുകയുമായി കുരുന്നുകൾ ഒത്തുചേർന്നു. ദുരിതത്തിലായ വയനാട്ടുകാരെ സഹായിക്കാൻ കുട്ടികളുടെ ആവേശം കണ്ട് രക്ഷിതാക്കളും പാലക്കാട് പുത്തൂർ യു പി സ്കൂളിലെ അധ്യാപകരും കഴിയുന്നത്ര സഹായം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കുരുന്നുകളെ ആരും നിർബന്ധിച്ചതല്ല, മനസ്സറിഞ്ഞ് കയ്യിലുള്ളതെല്ലാം അവർ കൈമാറുകയായിരുന്നു. കുടുക്കയിലുണ്ടായിരുന്നതും മുതിർന്നവർ സമ്മാനിച്ചതും സ്കോളർഷിപ്പിലൂടെ നേടിയതും. ചുരത്തിനു മുകളിൽ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ജനതയെ കൈപിടിച്ചു കയറ്റാൻ കഴിയുന്നത്ര സഹായമൊരുക്കാൻ. ഇത് കൊച്ചു കുട്ടികൾ പോലും ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇങ്ങനത്തെ സഹായങ്ങളിൽ ഇടപെടുന്നതെന്ന്. ശരിക്കൊരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണിത്. അതായത് പല വിഷയങ്ങളിലും എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പ്രശ്നങ്ങളും അകൽച്ചകളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് ഒത്തുചേരേണ്ട സമയത്തൊക്കെയും മനുഷ്യരത് കൈപിടിച്ച് ഒന്നായി നിൽക്കും. വളരെ അപൂർവം ആളുകളെ അവിടെയും വേറിട്ട് നിൽക്കും എന്നുള്ളതൊരു സത്യമാണ്. അത് പറയാക്കാൻ പറ്റില്ല. ഈ പ്രളയത്തിൻ്റെ ഇടയിലും പ്രളയ ദുരന്തത്തിനിടയിലും സാമൂഹിക ദുരന്തങ്ങളാകുന്ന ആളുകളുണ്ട്. അവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചകളിൽ വന്നതാണ്. അത്തരം ആളുകളെ മാറ്റി നിർത്തിയാൽ ശരിക്കിപ്പോൾ ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒത്തുകൂടി അവർക്ക് പിന്നെ അവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അവർ ശരിക്കൊരു കളിച്ചിരിയിലാണ്. അവർക്ക് എന്താണ് ഈ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ആഘാതം മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലാത്ത കുട്ടികൾ. അപ്പോൾ ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം ഒരു കാര്യമൊക്കെ ഉണ്ടായാലും അതിൻ്റെ ഒരു ഗൗരവം അത്ര കണ്ടങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടവർക്ക് അവിടെ ഞാനെന്തോ ചെയ്യണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടികൾ അവരുടെ അടുത്തുള്ള പല സ്വപ്നങ്ങൾ വെച്ചാണല്ലോ അവർ ഈ പണം ശേഖരിച്ചു വെക്കുക. ഇപ്പോൾ കുട്ടികൾ ചില ആളുകൾ സൈക്കിൾ വാങ്ങണം, ഒരു പ്രായത്തിൽ ഒരു വലിയൊരു ആഗ്രഹമാണല്ലോ അത്. ഇങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ കൂടെ ഉണ്ടാക്കി വെച്ച ശേഖരിച്ചു വെച്ച ഈ നാണയത്തുട്ടുകളാണ് ശരിക്ക് അവരെടുത്തു കൊടുക്കുന്നത്. അത് ആ ഒരു മനുഷ്യനെന്തെങ്കിലും പറ്റിയാൽ നമ്മളൊന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ള ചെറിയ മനസ്സിൽ പോലുള്ള ഒരു ബോധ്യം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ സ്കൂളിലൊരു വിദ്യാർത്ഥിയുടെ കാര്യം പറയാം. ഇതുപോലെ പല ആളുകൾക്കും അനുഭവങ്ങളുണ്ടാവും. സ്കൂളിലെ ഒരു കുട്ടി സായൂജ് കൃഷ്ണ, അവന് ഗിയർ സൈക്കിൾ വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ച പണമായിരുന്നു. ആ പണമാണ് എന്ത് ചെയ്തത്, ഈ ഒരു ദുരന്ത ബാധിതരായ ആളുകൾക്ക് വേണ്ടി സമ്മാനിച്ചത്. സ്കൂളിൽ തന്നെ വേറൊരു കുട്ടിയുണ്ട്. അവന് ഈ നാട്ടുകാരനല്ല, അവന് ഹിന്ദിയാണ് സംസാരിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. ഏതായാലും വളരെ കുറച്ചാളുകളുമായിട്ടാണ് അവന് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അവൻ ഈ വിഷയം മനസ്സിലാക്കി ഇന്നലെ അവൻ സ്കൂളിൽ വന്ന് സമ്പാദ്യ കൊടുക്കുന്നുണ്ട്. അത് എന്താണ്, സമ്പാദ്യ മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുണ്ട്. അതിൽ അവൻ്റേത് ഉണ്ടായിരുന്നത് 5021 രൂപയാണ്. ആ 5021 രൂപയും ഈ കുമാർ സാഹു, ആശിഷ് കുമാർ സാഹു എന്നാണ് അവൻ്റെ പേര്. അവൻ എന്ത് ചെയ്തു, ഈ 5021 രൂപയും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കാര്യം. അപ്പോൾ പറയണത് എന്തല്ല, അവൻ മലയാളമല്ല സംസാരിക്കുന്നത്, എന്നിട്ട് പോലും മലയാളികളായ ആളുകൾക്ക് വേണ്ടി അവൻ കൊടുത്ത ഒരു മനസ്സാണ്. ശരിക്ക് അത്തരമൊരു ശീലം കൂടി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലുമൊക്കെ സ്വന്തത്തിലേക്ക് ചുരുങ്ങി പോകുന്നൊരു സാഹചര്യം പൊതുവേ ഉണ്ടല്ലോ. അവനവനൊരു കാര്യം നോക്കി ഇങ്ങനെ പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചില സാമൂഹിക ബാധ്യതകൾ കൂടി നമുക്കൊക്കെ ഉണ്ട് എന്ന് കുറേ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ശരിക്കും മോളെ ഇങ്ങനെ നീ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് ആ കുട്ടി അത് കൊടുക്കുമ്പോൾ എത്രയോ ആഴ്ചകൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു മാറ്റം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. ശരി, ഈ ചില പാരൻസെങ്കിലും ചെയ്യാറുള്ളൊരു കാര്യം, അവർ കുട്ടികളുടേതായ ഒരു സമ്പാദ്യ കൊടുക്കുന്നുണ്ടാവും, ഒരു കുറ്റി ഉണ്ടാവും, പല നാട്ടിലും പല പേരുണ്ടാവും അതിന്. അതിലവർ പണം ഇടുന്ന കൂടെ തന്നെ സ്വതക്ക ബോക്സ് എന്ന പേരിൽ വേറൊരു പെട്ടി ഉണ്ടാവും ആ വീട്ടിൽ. അപ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും, ചിലത് സ്വതക്ക ബോക്സിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കും. അപ്പോൾ കുട്ടി അതിലേക്കാണ് ഇടുക, സ്വതക്ക ബോക്സിലേക്ക്. അത് പിന്നെ എപ്പോഴാണ് എടുക്കുക, അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പട്ടിണിയെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോഴോ. ഞാൻ അതൊന്നും അല്ലെങ്കിൽ പെരുന്നാളിന് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്, അപ്പോൾ പറയണപ്പ എന്ത് എൻ്റെ ആ സ്വതക്ക ബോക്സ് ഒന്ന് പൈസ എത്ര ഉണ്ട് നോക്ക്, നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാം, ഈദ് കിസ്വയിലേക്കൊരു ഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമ്പാദ്യശീലം
പിന്നെ പല രക്ഷിതാക്കളും ചെയ്യാറുള്ളത് ദാനം ചെയ്യുന്ന സമയത്ത് ചെറിയ സംഖ്യകൾ 10 20 ഒക്കെ മറ്റുള്ള ആളുകൾക്ക് സാധുക്കളായ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കുട്ടികൾക്ക് ശരിക്കത് ഒരു നന്മ തന്നെയല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോൾ? ഞാനൊരു ഒരാളുടെ സംസാരത്തിൽ കേട്ടൊരു കാര്യം, ഇപ്പോൾ ഉപ്പയും മോനും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഉപ്പ ഒരു 2 രൂപ കൊടുക്കണ്ടെങ്കിൽ അത് മോൻ്റെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് ആ കടയിൽ ഉപ്പച്ചേരി 2 രൂപ കൊടുക്കണ്ട്, അത് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ചില പാഠങ്ങളുണ്ട്. ഒരു 2 രൂപ വരെ കടം വീട്ടേണ്ടതാണ് എന്ന് അദ്ദേഹം കടം വീട്ടുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ വളർന്നു വരുമ്പോൾ ശരിക്കും എന്ത് ചെയ്യുക, കുട്ടിക്ക് ഒരു 2 രൂപ പോലും കടം വെക്കാത്ത ഒരാളായിരുന്നു എൻ്റെ ഉപ്പ എന്ന് ചിന്തിക്കാൻ ഒരു പക്ഷേ ആ കുട്ടിക്ക് കഴിയും ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞൊരു സംസാരത്തിൽ ഞാൻ കേട്ടൊരു കാര്യം. ശരിക്കും എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. എന്നതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറയപ്പെട്ട കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കൾ വലിയ സംഖ്യകൾ ഒരു പക്ഷേ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ കുട്ടികൾ കൊടുക്കുന്നത് ഇതുപോലെ സമാനമായൊരു അനുഭവം മദ്രസയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാളിൻ്റെ സമയത്ത് നമുക്കറിയാം, അന്ന് നമ്മുടെ ഈദ് കിസ്വ 1000 രൂപയാണ് ഒരു കുട്ടിയുടെ ഡ്രസ്സിന് നമ്മുടെ കുട്ടികൾ കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഇതേപോലെ ആ കുട്ടിയുടെ സമ്പാദ്യപ്പെട്ടി കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് നിന്നാണ് തുറന്നത്. അപ്പോൾ ശരിക്കും ഒരു 3000 സംതിങ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ശരിക്കും എന്താ ചോദിച്ചാൽ ആ ഒരു പെരുന്നാളിന് സാധുക്കളായ 3 കുട്ടികളെ സഹായിച്ചു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടി പെരുന്നാളിന് പോവുക. അപ്പോൾ അത്തരം ഒരു ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ പ്രാവർത്തികമാക്കി പ്രവൃത്തിയിലൂടെ അത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരുടെ ഒരു പിന്തുണ വേണ്ട കാര്യം കൂടിയാണിത്. ഈ ധാരാളം ആളുകൾ ദുരിതാശ്വാസ നിധികളിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാവരും കൊടുക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? ആ ഒരു പാവപ്പെട്ട ആളുകൾ, ഈ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് കേട്ടോ. പാവപ്പെട്ടവർ ഇന്ന് നമ്മൾ ജീവിച്ചതുപോലെ ഒരു വീട്ടിൽ സന്തോഷത്തോടു കൂടി സുഖത്തോടു കൂടി ജീവിച്ച ആളുകൾ അവരാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ദുരന്തം അനുഭവപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവർ എന്ന് ശരിക്കും അഭിസംബോധന ചെയ്യാൻ, അതിൽ മരണപ്പെട്ടു പോയ ആളുകൾ അവർ ഭാഗ്യവാന്മാരാണ്. അവരിൽ വിശ്വാസമനുസരിച്ച് അവർക്ക് ഷഹാദത്തിൻ്റെ പദവി വരെ കിട്ടും. അത്ര വലിയ ഭാഗ്യമാണ് അവർക്ക് അത്തരമൊരു മരണം സംഭവിച്ചതിൻ്റെ പേരിൽ ലഭിക്കുന്നത്. പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഭാഗ്യമാണ്. കാരണം ഈ ഒരു പ്രയാസത്തിൽ എത്രമാത്രം ക്ഷമാപൂർവം അള്ളാഹുവിനെ പഴിക്കാതെ, ദുരന്തത്തെ പഴിക്കാതെ ക്ഷമാപൂർവ്വം നിലകൊള്ളാൻ സാധിക്കുന്നു, അതനുസരിച്ച് അവർ ഭാഗ്യവാന്മാരാണ്. ആ വാക്കിനൊരു പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിച്ചാണ്. പക്ഷേ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലേച്ഛയോടുകൂടി ഇതിന് എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കതിരിൽ നിന്ന് 7 നെൽക്കതിരുണ്ടായി, ഒരു നെല്ലിൽ നിന്ന് 7 കതിരുണ്ടായി, 7 കതിരിലും 100 നെന്മണികളുണ്ടായി, ഒരു നെന്മണിയിൽ നിന്ന് 100 നെന്മണികൾ ഉണ്ടാവുന്നത് പോലെ ഒന്നിന് 700 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു ദാനത്തിന് കൊടുക്കുക. അതെ, ശരിക്കും നമ്മുടെ ഇനിയും അങ്ങോട്ടുള്ള സഹായങ്ങളിൽ ദുരിതാശ്വാസ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കുറച്ചൊരു പ്ലാന് കൂടി നമുക്കുണ്ടാവണം. അതായത് എല്ലാവരും ഭക്ഷണം, എല്ലാവരും ഡ്രസ്സ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും ഇനിയാണ് അവർ ഈ ഒരു ജീവിതത്തോടുള്ള പോരാട്ടം തുടങ്ങുന്നത്. എന്താ വെച്ചാൽ പഴയൊരു ജീവിത സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാൻ മാസങ്ങൾ കഴിയുമ്പോൾ വാർത്തകൾ മാറും, സാഹചര്യങ്ങൾ മാറും. അവിടെ കൂടി അവരെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വതക്കകളെ ക്രമീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ IT ടീം ഒരു വെബ് പോർട്ടൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ വെബ് പോർട്ടലിലെ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഓരോ വ്യക്തികൾക്കും അവിടെ ദുരന്തം അനുഭവിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്ന വ്യക്തിക്ക് ഈ എന്തൊക്കെയാണ് അയാൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ആളുകളൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം വീടുകളില്ല, വാടക വീട് നോക്കുന്ന, അല്ലെങ്കിൽ വീട് വെക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തൽക്കാലം താമസം മാറാൻ ശ്രമിക്കുന്ന അവസരത്തിലാണ് ആളുകളുള്ളത്. ഏത് കുടുംബങ്ങളുള്ള ആളുകളെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു വീട്ടിലേക്ക് ഒരാൾ പുതുതായി താമസം മാറുന്ന സമയത്ത് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും. ആ വീട്ടിലെ പാത്രങ്ങൾ തുടങ്ങി അടുപ്പ് മുതൽ ഡ്രസ്സുകൾ മുതൽ കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടാവും. അത് പെട്ടെന്ന് ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ആളെ സംബന്ധിച്ചോളം തന്നെ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറൽ
വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഈ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ IT ടീം ഉണ്ടാക്കിയ പോർട്ടലിൻ്റെ സൗകര്യം ആ വീട്ടിൽ എന്തെല്ലാമാണ് ആവശ്യം എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താനുള്ള അവസരം. ഓരോ വീടിനും ഓരോ കോഡ് വെച്ച് വ്യക്തിയെ ഇതിൽ നിന്ന് മനസ്സിലാവില്ല, അത് അതിൻ്റെ അഡ്മിൻ ഡെസ്കിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ വ്യക്തിയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കാവുന്നൊരു സംവിധാനം, ഒരു പോർട്ടൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അതിൻ്റെ പണികൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്യാമ്പുകളിൽ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെയുള്ള സംവിധാനങ്ങൾ, ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് എല്ലാ ക്യാമ്പിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന അവസ്ഥകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തികൾക്ക് നേരിട്ട് സഹായം എത്തിക്കാവുന്ന നല്ലൊരു പോർട്ടൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആവശ്യം, എന്തെങ്കിലും കൊണ്ടുപോകണ്ട, ഇന്ന വീടുകളിലേക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സംവിധാനം അൽഹംദുലില്ലാ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുരിതാശ്വാസ നിധികൾ പലതും ഉണ്ടാകും, പല സംവിധാനങ്ങളുണ്ടാകും. ഏറ്റവും കൃത്യമായി അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളിലേക്ക് തന്നെ നമ്മുടെ പണം എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്.